കുഞ്ഞിക്കുട്ട, എങ്ങോട്ടാ ഈ കൊത്തി തിന്ന് കേറി പോണത്? കൂട്ടം വിട്ട് പോവല്ലേ? കൂട്ടം വിട്ട് പോയാലെന്താ, എല്ലാവരുടെയും കൺവെട്ടത്തു തന്നെ ഞാനുണ്ടല്ലോ. ഞങ്ങൾ അമ്മമാര് നിങ്ങളുടെ 4 വശത്തു നിന്നും നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാ ആരും നിങ്ങളെ ഉപദ്രവിക്കാത്തത്. ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എപ്പോഴും അമ്മമാരുടെ ഉപദേശം കേട്ട് നടന്നു ഞങ്ങൾക്ക് ബോറടിച്ചു. ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അതല്ല നിങ്ങളുടെ വെറും തോന്നലുകളാ. റാഞ്ചി കൊണ്ടുപോകാൻ ശത്രുക്കളെ തക്കാൻ പാർത്തിരിക്കുക. നിങ്ങൾ വലുതായി കഴിയുമ്പോ സ്വാതന്ത്ര്യത്തോടെ എവിടെ വേണേലും ചിക്കിച്ചികഞ്ഞ് നടക്കാലോ. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് മൈതാനത്തിൽ പോയി കളിക്കണം. അത് നടക്കില്ല മക്കളെ. ഞങ്ങളില്ലാതെ നിങ്ങൾ എവിടേക്കും പോകുന്നില്ല. പോവും, നമ്മൾ മൈതാനത്ത് പോവും. അമ്മമാരെ കൂടെ വരണ്ട. മക്കളെ പോകല്ലേ, നിൽക്ക്. അമ്മമാരുടെ വാക്കുകൾ അനുസരിക്കാതെ ധിക്കരിച്ചു പോകുന്നവര് അനുഭവം കൊണ്ട് പഠിക്കട്ടെ. അല്ല പിന്നെ മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും, ഓർത്തോ. സാരമില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം. കുട്ടികളുടെ പിന്നാലെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടൻ പരുന്ത് ഈ കുഞ്ഞുങ്ങളെ... ഇതിനെല്ലാം കാരണം അനുസരണയില്ലാത്ത ഇവരാ. അമ്മമാരെപ്പോഴും ഇവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നെന്നാ പരാതി. പിള്ളേരെല്ലാം ഇങ്ങ് വന്നേ. അമ്മമാര് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുവാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? യവനാ പറഞ്ഞത്. ഏയ്, ഞാനൊന്നുമല്ല, അവനാ പറഞ്ഞത്. മാതാപിതാക്കൾ കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഞങ്ങൾ അമ്മമാരെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. മക്കളെ, അനുസരണക്കേട് ആപത്ത് വരുത്തും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ആ പൂവൻ കോഴികൾ വന്നില്ലായിരുന്നെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഞാൻ റാഞ്ചിയെടുത്ത് പറഞ്ഞേനെ. കഴിഞ്ഞുപോയത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷിക്കേ. സന്തോഷിക്കാനോ? ആ തടിയൻ പൂവൻ കോഴികൾ എന്റെ പുറത്ത് കയറിയിരുന്ന് ഈ തലയാണ് കൊത്തിപ്പൊളിച്ചത്. ഹോ, വേദന സഹിക്കാൻ പറ്റണില്ല എന്റെ കൂമനാശാനേ. ആ കോഴികളുടെ ശക്തി കരുത്തരായ ആ 2 പൂവൻകോഴികളാണ്. അവര് കൂടെയുള്ളപ്പോൾ ഒരു കോഴിക്കുഞ്ഞിനെ പോലും നിനക്ക് തൊടാൻ കഴിയില്ല. ഹോ, എന്റെ ഒരവസ്ഥ ഇങ്ങനെയാണേ. പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആ പൂവൻകോഴികളെ തമ്മിൽ തല്ലിച്ച് അകറ്റിയെങ്കിൽ മാത്രമേ നീ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കൂ. ആശാനെ, അവരെ തമ്മിത്തല്ലിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ടല്ലോ. എല്ലാം ഈ കൂമനാശാൻ നിനക്ക് പറഞ്ഞു തരാം. പരുന്ത്, നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും മതിയായില്ലേടാ? മതിയായേ. നിങ്ങൾ 2 കൂടി ഒറ്റ ദിവസം കൊണ്ടല്ലേ എന്നെ മര്യാദക്കാരനാക്കിയത്. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചാ നിനക്ക് കൊള്ളാം. നിങ്ങൾ 2 പേരിൽ ആരാണ് നേതാവ്? നേതാവോ? ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നുമില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു നേതാവ് ഉണ്ടാവും. ഏറ്റവും ശക്തനായ ഒരു നേതാവ്. നിങ്ങൾ 2 പേരിൽ ഏറ്റവും കരുത്തുള്ളത് ആർക്കാണോ അവനായിരിക്കും ആ നേതാവ്. ഇനി പറ,
നിങ്ങൾ രണ്ടുപേരിൽ ആർക്കാണ് ഏറ്റവും കരുത്ത്? ഏ ഏറ്റവും കരുത്ത് അങ്കവാലൻ മാമനാണ്. അല്ല, ഏറ്റവും കരുത്ത് തങ്കവാളൻ മാമനാണ്. ഞങ്ങൾ ഒരേപോലെ ശക്തരാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. എല്ലാ കൂട്ടത്തിലും ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള ഒരാൾ ഉണ്ടാകും. നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ്. അതുകൊണ്ട് ഏറ്റവും കരുത്തനാരാണെന്ന് നിങ്ങൾ തന്നെ പറ. ഏറ്റവും കരുത്തൻ ഞാനാണ്. നീയോ? വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കാം, അപ്പോൾ അറിയാം ആർക്കാണ് ശക്തിയെന്ന്. എന്നാലതൊന്നും അറിയണമല്ലോ. അങ്ങനെ അങ്ങനെ കൊതിച്ചു പൊങ്ങി ഇവിടെ പറന്നു നിന്ന് പരുന്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാതെ പരസ്പരം കൊത്തുകൂടിയ ആ പൂവൻകോഴികൾ അറിവില്ലായ്മ കൊണ്ട് തങ്ങൾക്കും കൂടെയുള്ളവർക്കും വലിയ നാശം ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കൊത്തി 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 കീറി. ആദ്യം ചാവാറായ ഈ അങ്കവാലനെ തന്നെ കൊണ്ടുപോകാം. എത്ര എളുപ്പത്തിലാണ് കാര്യം സാധിച്ചത്. ആ കൂമനാശാന്റെ ബുദ്ധി അപാരം തന്നെ. മതി മതി മതി, എല്ലാരും എഴുന്നേക്ക്, മതി ഉറങ്ങിയത്. പിള്ളേര് കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ പൂവേട്ടാ. പിള്ളേർ ഉറങ്ങിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വേഗം എഴുന്നേറ്റോ. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റുമായി മുതലാളി ഇപ്പോ വരും. മക്കളെ, പൂവേട്ടൻ പറയുന്നത് കേക്ക്. എല്ലാവരും വേഗം എഴുന്നേറ്റോ. നീ എന്താടാ കാപ്പിരി, ഉറക്കപ്പിച്ച് പറയുകയാണോ? ആദ്യം നീ എഴുന്നേക്ക്. എന്തായാലും കുറച്ചു നേരം കൂടി എനിക്കുറങ്ങണം. എല്ലാ ദിവസവും അങ്ങ് കൂവുന്നത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നിരുന്നത്. പക്ഷെ ഇന്ന് മാത്രം അങ്ങ് കൂവിയില്ല. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കാനും സാധിച്ചില്ല. സമയക്രമം തെറ്റിയാൽ ഇങ്ങനെയാ, നേരം വെളുത്താലും ഉണരാൻ തോന്നില്ല. അല്ലെങ്കിലും ഇന്ന് പുലർച്ചയ്ക്ക് അങ്ങ് കൂവിയില്ലല്ലോ. എന്തു പറ്റി? കൂവി കൂവി ബോറടിച്ചോ? അതോ മനഃപൂർവ്വം കൂവാത്തതാണോ? അതെ, പുലർച്ചയ്ക്ക് കൂവാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റതാ. അതിനിടയിലാണ് ആ നായ ഓരിയിടാൻ തുടങ്ങിയത്. അവനൊന്ന് നിർത്തിയിട്ട് വേണമല്ലോ എനിക്കൊന്ന് കൂവാൻ. അവസാനം അവൻ ഓരിയിടൽ നിർത്തിയതുമില്ല, എനിക്കൊട്ട് കൂവാൻ പറ്റിയതുമില്ല. പക്ഷെ ഞങ്ങളാരും ആ നായയുടെ വിളി കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു, ആ നായയുടെ നിർത്താതെയുള്ള ഓരിയിടൽ. എന്തായാലും വെറുതെ നായ അങ്ങനെ വിളിക്കില്ല, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അയ്യോ, നമ്മളെ പിടിച്ചോണ്ട് പോവാൻ വല്ല കള്ളന്മാരും വന്നതാണോ? അയ്യോ, കള്ളന്മാരോ? എവിടെ എവിടെ? അയ്യോ, എന്താണാവോ കോഴികളൊക്കെ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? വല്ലതും കണ്ട് പേടിച്ചു? അല്ല, രാവിലെ തീറ്റ കിട്ടാൻ വൈകിയത് കൊണ്ടാവാം. ഒച്ച വെക്കണ്ട, ഒച്ച വെക്കണ്ട. തിന്നാനുള്ളത് ദേ കൊണ്ടുവന്നിരിക്കുന്നു. കഴിച്ചോ, വയറു നിറച്ച് കഴിച്ചോ. മുതലാളി ആയാലും തൊഴിലാളി ആയാലും വേഗം പൊയ്ക്കോളൂ. എന്തായാലും ഇന്ന് ഞാൻ ഈ പാമിനകത്ത് കയറും. അയ്യടാ, ഒരുപാട് കോഴികൾ. തീറ്റക്കൊതി കൊണ്ട് എടുത്തുചാട്ടം കാണിച്ച് കോഴികളെ പിടിക്കാൻ നോക്കിയ ഇവറ്റകൾ ബഹളം വച്ച് ആ മുതലാളിയെ വരുത്തും. മുതലാളിയുടെ കണ്ണിപ്പെട്ട പിന്നെ എന്റെ കാര്യം കട്ടപ്പോക. എന്നാൽ ബുദ്ധിപരമായി നീങ്ങിയാൽ ആരും അറിയാതെ ഇവറ്റകളെ മുഴുവൻ ഒന്നൊന്നായി ചാപ്പിടാം. ഓക്കെ, അതിനും വഴിയുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ കൂട്ടരെ? അല്ലെങ്കിലും നല്ല അടിപൊളി തീറ്റയല്ലേ മുതലാളി എന്നും നമുക്ക് തരുന്നത്.
ആണല്ലോ. എന്നാലേ മുട്ടയിടാനുള്ള ഓരോരുത്തരും മുട്ടയിടാൻ തുടങ്ങിക്കോ. അതെ, മുട്ടയിട്ട് മുതലാളിയെ ഞെട്ടിക്കണം. ആ മരുന്തേ 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 അതേതോ നാട്ടുമരുന്തേ ഞാടവൈദ്യനാണെന്ന് തോന്നുന്നു. കോഴി മരുന്തേ നാട്ടുമരുന്തേ നീട്ടുമരുന്തേ പച്ചമരുന്തേ മരുന്തേ നല്ല മരുന്തേ മരുന്ന് വേണോ മരുന്ന്. ആ ലാടവൈദ്യനോട് നമുക്ക് ഇത്തിരി മരുന്ന് വാങ്ങിയാലോ? ഒന്ന് മിണ്ടാതിരിടാ കാപ്പിരി. ആ വൈദ്യൻ ആളൊരു തരികിടയാണെന്ന് കണ്ടാ തന്നെ അറിയില്ലേ? ആ കോഴി എണ്ണാച്ചിമാരെ 2 കുപ്പി ലാട മരുന്നെടുക്കട്ടെ. കോഴിപ്പേൻ, കോഴി വസന്ത, കോഴികുറുകൽ ഇങ്ങനെ കോഴികൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഈ ലാടമരുന്ന് അത്യുത്തമം. ആ അത് കൊള്ളാമല്ലോ ആശാനെ. പൂവൻകോഴികൾക്ക് കൂവാനുള്ള വല്ല മരുന്നും ഉണ്ടോ? പിന്നെ പിടക്കോഴിയെ കൊണ്ടുവരെ കൂവിക്കുന്ന നല്ല പച്ചമരുന്ന് എന്റെ അടുത്തുണ്ട്. പച്ചമരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ആ പച്ചമരുന്ന് അല്ലാതെ മഞ്ഞ മരുന്ന്, നീലമരുന്ന്, ചുവപ്പ് മരുന്ന് ഇങ്ങനെ പല തരത്തിലുള്ള മരുന്നുകളും കയ്യിലുണ്ട്. നീലക്കൊടുവേലി കലക്കിയ നീലമരുന്നെടുക്കട്ടുവാ. പിടക്കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്നുണ്ടോ? പിടക്കോഴികളാണല്ലോ മുട്ട ഇടുന്നത്. അവർക്കെന്തിനാണ് മുട്ടയിടാൻ മരുന്ന്? എന്നാൽ പൂവൻ കോഴികൾക്ക് മുട്ടയിടാനുള്ള മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ നൽകുന്ന മരുന്ന് 4 കുപ്പി കുടിച്ചാൽ ഒരു പൂവൻ കോഴി ദിവസവും 4 മുട്ട വീതമിടും. ആ മരുന്ന് എടുക്കട്ടുമാ? ഞങ്ങൾക്ക് എന്തായാലും മരുന്നൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു സഹായമായിട്ടെങ്കിലും നിങ്ങൾ 2 കുപ്പി വാങ്ങണം. ഈ മരുന്ന് കച്ചവടം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്. സഹായിക്കണം പ്ലീസ്. ഇവൻ വേഷം മാറി വന്നിരിക്കുന്ന കള്ളക്കുറുക്കനാണ്. ഈ ചതിയനെ നമുക്ക് വെറുതെ വിട്ടുകൂടാം. വഴിയുണ്ട്. ലാടഗുരുവേ, എന്തായാലും താങ്കളുടെ മരുന്ന് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഇവിടെ ഒരാൾക്ക് താങ്കളുടെ മരുന്ന് വേണം. ആർക്കാണ് വേണ്ടത് പറയൂ. നിങ്ങളെപ്പോലെ വല്ല കോഴികൾക്കുമാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് ഒക്കെ തരാം കേട്ടോ. അയ്യോ, അത് ഞങ്ങളെക്കാളൊക്കെ വലിയ ഒരാൾക്ക് വേണ്ടിയാണ്. ഓ കോഴികളെക്കാൾ വലുതോ? ഓ ചിലപ്പോ വല്ല വാത്തയോ യമോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം കുശാൽ. എന്തായാലും ഇന്നലെ രാത്രി ആ നായയുടെ കുര കേട്ട് ഉറങ്ങാതിരുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആർക്കാണ് മരുന്ന് വേണ്ടതെന്ന് പറഞ്ഞില്ല. മരുന്ന് വേണ്ടത് ആ കൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ ഒരു ചങ്ങാതിക്കാണ്. മുതലാളി രാവിലെ ആ കൂടിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അകത്ത് കയറി ചെന്ന് മരുന്ന് കൊടുത്തോളൂ. ഓക്കെ, താങ്ക് യു. കൂടിന് പുറത്ത് നീണ്ടു വളഞ്ഞ കറുത്ത വാൽ. ഇത് കരിങ്കോഴിയുടെ വാൽ തന്നെ. ആഹാ, കരിങ്കോഴിയുടെ ഇറച്ചി സൂപ്പർ. ഓ, ഞാൻ ഒരു ഭാഗ്യവാൻ തന്നെ. അയ്യോ, നീയൊക്കെ എന്റെ കൂട്ടിൽ കയറി കളിക്കാറായോടാ. ഇന്നലെ രാത്രി ഈ പരിസരത്ത് നീ പതുങ്ങി പതുങ്ങി വന്നപ്പോ തന്നെ നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. അയ്യോ 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 അയ്യോ, എന്നെ കടിച്ചു കൊല്ലല്ലേ, ഞാൻ പൊക്കോളാവേ. അയ്യോ, ഹോ, എത്ര നേരമായി നായക്കുട്ടനെയും കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അവൻ നമ്മളെ പറ്റിച്ചോ? ഏയ്, നായക്കുട്ടൻ ഒരു പാവമാണ്. അവൻ ആരെയും പറ്റിക്കില്ല. പറ്റിച്ചാൽ അവനുമായുള്ള കൂട്ട് നമ്മൾ വെട്ടും. അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. പാറക്കല്ല് അനങ്ങിയെന്നോ? അനങ്ങ പാറക്കല്ലിനെന്താ ജീവനുണ്ടോ?
വെറുതെ മണ്ടത്തരം പറയല്ലേ. ചിലപ്പോ തോന്നിയതാവും. നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്നാൽ വീഴില്ല. എന്നാൽ ഞാൻ കയറി നിൽക്കാം. പാറക്കല്ല അനങ്ങുന്നോന്ന് അറിയാലോ. ആ കേറി നിൽക്ക്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ഹാഹാ നല്ല സുഖം. തുള്ളി തുള്ളി ചാടും ഞാൻ. ഒന്നാം കല്ലിൽ കേറി നിൽക്കും ഞാൻ. അവിടെ തലയും കുത്തി ചാടും നീ. അയ്യോ അയ്യോ, ഈ പാറക്കല്ല് അനങ്ങുന്നേ. അത് അനങ്ങുന്നതല്ല, പാറക്കല്ല് നിന്നെ കൊണ്ട് ഓടുന്നതാ. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഈ പാറക്കല്ല് എന്നെയും കൊണ്ട് പോണേ. അയ്യോ, ഇതെന്താ ഭൂതക്കല്ലാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ഓടി വരണേ. കൂട്ടുകാരെ, ഇതാ ഞാൻ എത്തി. നായക്കുട്ട, അതാ ആ ഭൂതക്കല്ല് നമ്മുടെ മഞ്ഞക്കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നേ. ആമച്ചാരെ, നിൽക്കവിടെ. അയ്യോ അയ്യോ അയ്യോ. എന്താ ആമച്ചാരെ ഇത്? ഈ പാവം കോഴിക്കുഞ്ഞിനെ ഇങ്ങനെ പേടിപ്പിക്കണോ? നിനക്ക് എന്തു പറ്റി? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഈ ആമച്ചാരോട്. എന്നിട്ട് ആമച്ചാരെവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ. മഞ്ഞക്കുഞ്ഞെ പേടിക്കണ്ട കേട്ടോ. ഇത് പാറയൊന്നുമല്ല, ഞാനൊരു ആമയാണ്. ഹോ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആമച്ചാരെന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്തേക്ക് വാ, ഞങ്ങളോടൊപ്പം കളിക്കാം. കൂട്ടുകാരെ, ഇതാണ് ആമച്ചാരുടെ വീട്. ഈ വീടിനകത്തുനിന്ന് കൈയും കാലും തലയും മാത്രമേ ആമച്ചാർക്ക് പുറത്തിടാൻ സാധിക്കൂ. അപ്പോൾ സ്വന്തം വീടും ചുമന്നുകൊണ്ടാണോ ആമച്ചാർ സഞ്ചരിക്കുന്നത്? അതെ 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 മക്കളെ, പ്രകൃതി ഞങ്ങൾ ആമകളെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഹോ, കഷ്ടമായി പോയി. എന്ത് കഷ്ടം! ഈ വീടിരിക്കുന്നതുകൊണ്ട് ആമച്ചാർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? ഈ കട്ടിത്തോടിനുള്ളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ ആമച്ചാർക്ക് മടിപ്പില്ലേ? ഏയ്, ഒരു മടിയുമില്ല. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ സന്തോഷത്തോടെ കഴിയുകയാണ് ഞാൻ. 100 കൊല്ലമോ? ആമച്ചാര് തമാശ പറയുകയാണോ? ആമച്ചാര് പറഞ്ഞത് നേരാണ് കൂട്ടുകാരെ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ളത് ആമകൾക്കാണ്. 150 വയസ്സ് വരെ അവർ ജീവിക്കും. 150 വയസ്സ് വരെ? ഹോ, എന്തൊരു ഭാഗ്യം. എടാ മോനെ, എന്നെ മനസ്സിലായോ? ഇതാരാ? രംഗണ്ണനും. നോ, കുറുനരി മാഷ്. മനസ്സിലായി, കുറുനരി മാഷ്. മാഷിനെ പണ്ട് ഞങ്ങളുടെ അച്ഛൻ കൊത്തി കൊത്തി ഓടിച്ചതല്ലേ? അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ആ പഴയ കഥകളൊന്നും ഓർമ്മിപ്പിക്കല്ലേ മക്കളെ. അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കും വിഷമമുണ്ട്. നിങ്ങൾ നേരിൽ വന്ന് കണ്ട് മാപ്പ് പറയാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നോ. കണ്ടിട്ടെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മാഷ് പഠിപ്പിച്ച സ്പെല്ലിങ്ങുകളൊക്കെ നിങ്ങൾ മറന്നോ മക്കളെ? അന്ന് മാഷ് പഠിപ്പിച്ചത് കൂടാതെ പുതിയതായി ഒരുപാട് ഞങ്ങൾ പഠിച്ചു. ആഹാ, കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ വഴിക്ക് വരുന്നുണ്ട്. ആണോ? പുതിയ സ്പെല്ലിങ്ങുകൾ നിങ്ങൾ പഠിച്ചെന്നോ? ഓ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് സ്പെല്ലിംഗ് ചോദിക്കണം. ഓരോ മാസങ്ങളുടെയും സ്പെല്ലിംഗ്. ആർ യു റെഡി? January, January, February, February, March, March, April, April, January, February, March, April, May, June, July, August, September, October, November, December. January, February, March,
April, May, June, July, August, September, October, November, December. Haha, amazing. May. M-A-Y, Wow. June. J-U-N-E, July. J-U-L-Y, August. A-U-G-U-S-T. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. September. S-E-P-T-E-M-B-E-R, October. O-C-T-O-B-E-R, November. N-O-V-E-M-B-E-R, December. D-E-C-E-M-B-E-R. January, February, March, April, May, June, July, August, September, October, November, December. January, February, March, April, May, June, July, August, September, October, November, December. Super. Come on, baby. Come on. അമ്മേ അമ്മേ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പുഴയോരത്തേക്കാവും, പൂമരച്ചോട്ടിലേക്കാവും. അല്ല, മാമരക്കാട്ടിലേക്കാവും. അല്ല, കോമരക്കുന്നിലേക്കാവും. എന്റെ പുന്നാരു മക്കൾ എന്തൊക്കെയാ പറയുന്നേ? ഇന്ന് നമ്മൾ പോകുന്നത് അവിടേക്കൊന്നും അല്ല. ദേ, ആ കാണുന്ന മഞ്ചാടി മരച്ചോട്ടിലേക്കാ. ഹായ്, കൊള്ളാമല്ലോ. മക്കളെ, ഇന്ന് നമുക്ക് ഇവിടെ കളിക്കാം. ഹായ്, നല്ല രസം. കണ്ടില്ലേ മഞ്ചാടിക്കുരുക്കൾ? അത് പെറുക്കി കളിക്കാം. നമുക്കിത് വാരിയെടുക്കാം. എനിക്ക് കുറേ കിട്ടി, എനിക്ക് കുറേ കിട്ടി. എനിക്കാണ് കൂടുതൽ കിട്ടിയത്. എല്ലാരെക്കാളും കൂടുതൽ എനിക്കാണ് കിട്ടിയത്. മഞ്ചാടിക്കുരു ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കണ്ടാലറിയാം. അതെ അതെ. ആർക്കാണ് മഞ്ചാടിക്കുരു കൂടുതൽ കിട്ടിയതെന്ന് അറിയണമെങ്കിൽ അത് എണ്ണി നോക്കണം. അതെങ്ങനെ? ദാ ഇങ്ങനെ. 1. ആ, കൊള്ളാം. നിങ്ങളെടുത്ത മഞ്ചാടിക്കുരു ഓരോരുത്തരും അവരവരുടെ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചോളൂ.
ഇനി 2. 1 1 2. 2. ഒന്നും ഒന്നും 2. മഞ്ചാടിക്കുരു 2ആയി. 3. 2 1 3. 3. രണ്ടും ഒന്നും 3. മഞ്ചാടിക്കുരു 3ആയി. 4. 3 1 4. 4. മൂന്നും ഒന്നും 4. മഞ്ചാടിക്കുരു 4ആയി. 5. 4 1 5. 5. അഞ്ച്. 4 1 5. മഞ്ചാടിക്കുരു 5ആയി. 6. 5 1 6. 6. അഞ്ചും ഒന്നും 6. മഞ്ചാടിക്കുരു 6ആയി. 6ആയപ്പോൾ ജോറായി. അടുത്തത് 7. 6 1 7. 7. ആറും ഒന്നും 7. മഞ്ചാടിക്കുരു 7ആയി. 8. 7 1 8. 8. ഏഴും ഒന്നും 8. മഞ്ചാടിക്കുരു 8ആയി. 9. 8 1 9. 9. എട്ടും ഒന്നും 9. മഞ്ചാടിക്കുരു 9. ഇനി 10. 9 1 10. 10. ഒൻപതും ഒന്നും 10. മഞ്ചാടിക്കുരു 10ആയി. 10ആയപ്പോൾ ഒത്തായി. തായി നമ്മൾ ഒന്നായി. ഒന്നായപ്പോൾ നന്നായി. എന്തൊരു മഞ്ഞ്. ഓഹോ, എന്തൊരു തണുപ്പാ. ഈ മനോഹര തീരത്ത് തരും എനിക്കൊരു ജന്മം കൂടി.
ഓ ഇതെന്തൊരു കഷ്ടമാണ്. അത് രാവിലെ സ്വസ്ഥത തരില്ലെന്ന് വെച്ചാ കഷ്ടമാണ് മോനെ നിന്റെ കാര്യം. എന്താ എന്താ എന്റെ പാട്ടിനൊരു കുഴപ്പം? മനോഹരമായിട്ടില്ലേ ഞാൻ പാടിയത്? ഓ പിന്നെ വളരെ മനോഹരം. ഇത്രയും നന്നായി തങ്കൻ കഴുത പോലും പാടില്ല. ആഹാ ഇന്ന് തണുപ്പ് കൂടുതലാണല്ലോ. ചങ്ങാതി അങ്ങോട്ടൊന്ന് നോക്കേ. ആ വരുന്നത് നമ്മളെ മണിയൻ മണ്ണിരയല്ലേ? കൂടെ ആ ചെറിയ വീട്ടിലും ഉണ്ടല്ലോ. അതേ ചങ്ങാതി, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ അവർ അതിരാവിലെ വരില്ല. നമസ്കാരം ചങ്ങാതിമാരെ. നമസ്കാരം. എന്താ മണിയായി രാവിലെ? ചങ്ങാതി, ഞങ്ങളൊരു വലിയ പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? ഒരു പുള്ളിപ്പൂവൻകോഴി കുറച്ചു ദിവസമായി ഞങ്ങളെ ആക്രമിക്കുന്നു ചങ്ങാതി. ഞങ്ങൾ എവിടെ ഒളിച്ചാലും അവൻ കണ്ടെത്തി ഉപദ്രവിക്കുന്നു സുഹൃത്തെ. ഓഹോ, അതാണല്ലേ പ്രശ്നം. അതെ ചങ്ങാതി, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അയ്യോ സുഹൃത്തെ, ഇത് അല്പ പ്രശ്നമാണ്. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. ആ പൂവൻകോഴിയെ പാഠം പഠിപ്പിക്കാനൊന്നും പറ്റില്ല. എന്നെ കണ്ട എന്നെയും കൊത്തി നാശമാക്കും. നമുക്കൊന്ന് ശ്രമിക്കാം തളച്ച. ഒന്നും അല്ലെങ്കിലും നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ. നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ആ കോഴിയെ എത്തിക്കാമോ? എത്തിക്കാം. ശരി, എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കൊന്ന് ശ്രമിക്കാം കൂട്ടുകാരെ. അങ്ങനെ എലിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് മണ്ണിരയും വെട്ടിലും യാത്ര തിരിച്ചു. നിനക്ക് പേടിയുണ്ടോ ചെറിയ? ഇല്ല. നിനക്കുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ? കേൾക്കും. എന്താ സംഗതി? എടാ, മോനിയലി പറഞ്ഞതിൽ അപകടമുണ്ട്. അതുകൊണ്ട് നീ ഒപ്പം വരണ്ട, ഞാൻ പൊക്കോളാം. അതെന്താ? എടാ, ആ കോഴിയെ എലി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ? നിനക്ക് വേഗത്തിൽ ഓടാൻ പറ്റില്ലല്ലോ. നീ എന്റെ ഉറ്റ ചങ്ങാതിയല്ലേ. നിന്നെ അപകടത്തിൽ ചാടിക്കാൻ എനിക്ക് വയ്യ. ശരി സുഹൃത്തെ, നീ പറയുന്നത് ഞാൻ കേൾക്കാം. എന്നാ നീ ഇവിടെ ഒളിച്ചോ, ഞാൻ പോയി വരാം. തന്റെ ചങ്ങാതിയെ സുരക്ഷിതമാക്കിയതിനു ശേഷം വെട്ടിൽ കോഴിയുടെ അടുത്തേക്ക് നടന്നു. ഓ, വിശക്കുന്നല്ലോ. രാവിലെ ആയാൽ അപ്പൊ തന്നെ വിശക്കും. ഹലോ കോഴിച്ചേട്ടാ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം. അല്ല ചേട്ടാ, ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ ചേട്ടനെ. എന്തു പറ്റി? എഴുന്നേക്കാൻ വൈകിയോ? നീ രാവിലെ എന്റെ വയറ്റിൽ പോകാൻ തയ്യാറായി വന്നതുപോലെ ഉണ്ടല്ലോ. അതെ, വന്ന് തിന്നോ? ഞാനെന്ത് വേണം? നിന്ന് തന്നാൽ ഞാൻ നിന്നെ തിന്നു തരാം. വേണേൽ ഓടിച്ചു പിടിച്ചോ. നിക്കണോ അവിടെ? രാവിലെ ഇട്ട് ഓടിക്കാതെ. അതേസമയം മറ്റൊരു സ്ഥലത്ത് അവരെ കാണുന്നില്ലല്ലോ. ഇനി അവരെ കോഴി വയറ്റിലാക്കി കാണുമോ? നീ ഒന്ന് വെറുതെ അവരിപ്പോ വരും. കോഴിക്ക് കെണിയൊരുക്കിയിട്ട് ഒടുവിൽ നമുക്ക് അപകടം പറ്റരുത് ചങ്ങാതി. സുഹൃത്തെ, ഈ ലോകം ഇത്രയും സുന്ദരമായ കാരണം നിനക്കറിയാമോ? സൗഹൃദം ഉള്ളതുകൊണ്ട്. കൂട്ടുകാരാണ് ഈ ലോകത്തിന്റെ ഭംഗി. അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യണം ചങ്ങാതി. ചങ്ങാതി, അവർ വരുന്നു. വെട്ടിൽ കോഴിയെ ഓടിച്ചുകൊണ്ട് നേരത്തെ തീരുമാനിച്ചത് പ്രകാരമുള്ള കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ഇലയിട്ട് മൂടിയ കുഴിയിൽ പൂവൻകോഴിയെ വീഴിക്കുകയും ചെയ്തു. നമ്മൾ തീരുമാനിച്ചതുപോലെ കോഴിയെ നമ്മൾ ഒരു കെണിയിലാക്കി. ഇനി അവന്റെ ശല്യം നിങ്ങൾക്കുണ്ടാവില്ല. എവിടെ മണിയൻ? എവിടെ? ചെറിയ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. കോഴി നിന്നെ ഉപദ്രവിച്ചാലോ എന്ന് ഭയന്നുപോയി. ഹേയ്, എനിക്കൊന്നുമില്ല ചങ്ങാതി. നമ്മൾ വിചാരിച്ച പോലെ കോഴി ഒരു പാഠം പഠിപ്പിച്ചു. വാ, കോഴി ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ അമ്മേ, എന്റെ നടുവേ, എന്റെ പുറമേ, എന്റെ കയ്യേ, എന്റെ കാലേ, അയ്യോ എന്റെ തലേ, എന്റെ ചുണ്ടേ. എടോ കോഴി, ശക്തനാണെന്ന് കരുതി അഹങ്കരിക്കരുത്. ഒടുക്കം ഇങ്ങനെ കിടക്കേണ്ടി വരും. മിസ്റ്റർ കോഴി, നമ്മൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ജീവിക്കുന്നത്. മനസ്സിലായോ?
എന്നെ ഒന്ന് സഹായിക്കൂ.